മണിയണ്ടാ തങ്കമണി, ഇനി ഈ വടക്കേക്കര വീട്ടിൽ നിന്നാലും തെക്കേക്കരയിൽ കാലുകുത്തില്ല. എന്താ എന്താ പറയുന്നേ? എന്റെ പെങ്ങൾ ചത്തു. അയ്യോ എന്റെ ദൈവമേ, എപ്പോ? ഇപ്പോ അവളെ ഇരിക്കപ്പിട്ടം വെച്ചേ എനിക്ക് മനസ്സമാധാനമാകും. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നാട്ടുകാർ പലതും പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. മഷിനോട്ടത്തിന്റെ ബാലപാഠം അവളെ പഠിപ്പിച്ച ഈ ഞാനാ. എന്നിട്ടിപ്പോ അവള് പറയുന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? എനിക്കൊന്നും അറിയില്ലാന്ന്. സംശയം തീർന്നു അവളാണെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അച്ഛൻ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നവനല്ലേ ഈ കണാരൻ. അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഞാനൊരു നുണയനാണെന്ന്, വിവരമില്ലാത്തവനാണെന്ന്. ഇത്രയും കാലം ഒന്നായി കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു തർക്കം വേണോ? അത് അവള് ചിന്തിച്ചില്ലല്ലോ. അവള് ചിന്തിച്ചില്ലേലും നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങളല്ലേ മൂത്തത്. മൂത്തതെന്ന് കരുതി എന്ത് സഹിക്കണം? കുറച്ചൊക്കെ സഹിക്കണം. മക്കള് തമ്മിലുള്ള കല്യാണം വരെ ഉറപ്പിച്ചിരിക്കില്ലേ? അത് നടക്കില്ല. അത് നടക്കില്ലെന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ തമ്മിൽ കാണാൻ കൂടി പാടില്ല. അല്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിന് അച്ഛനൊന്നും പറഞ്ഞ വാക്ക് മാറ്റുന്നവനല്ല ഈ കണാരൻ. ആലോചിച്ച് തന്നെയാണ് തീരുമാനിച്ചത്. എന്റെ സർവസ്വമായി മഷിയിൽ തൊട്ടിയാൽ സത്യം ചെയ്യുന്നു. നിങ്ങൾ കൂടി എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നെ ധിക്കരിച്ചാൽ ജീവിച്ചിരിക്കില്ല ഒരുത്തനും. പറഞ്ഞത് മനസ്സിലായോ? എനിക്കത് എപ്പോഴേ മനസ്സിലായി. മക്കളോടാ ചോദിച്ചത്. അച്യുതൻ ഇനി തങ്കമണി കാണരുത്. ഇല്ല, ഇവൻ എന്റെ മോൻ തന്നെ. അംബിക മണികണ്ഠനെ ഞാൻ കാണും. കുട്ടിക്കാലം മുതൽക്ക് മണിയേട്ടന്റെ പെണ്ണയല്ലേ എന്നെ വളർത്തിയത്. എന്നിട്ടിപ്പോ അംബികയെ ചൂടാകണ്ട. ഇവളെ പ്രസവിച്ചത് നാരായണി തന്നെ, സംശയമില്ല. ലംബോദര, എന്തോ എന്നെ ധിക്കരിച്ച് ജീവിക്കാന്ന് ആരും വ്യാമോഹിക്കണ്ട. വെട്ടി നോർക്കും ഞാൻ. ഓർമ്മയിരിക്കട്ടെ. എന്തൊരു കഷ്ടം. ആരോടും മിണ്ടാൻ പാടില്ല, ആരും കാണാൻ പാടില്ല. അച്ഛൻ എടാ നിക്കാൻ. അച്ഛനും അമ്മായും കൂടെയുള്ള പിണക്കത്തിന് ഞാൻ എന്ത് പിഴച്ചു? എനിക്ക് പേടിയാ. അമ്മ അറിഞ്ഞാല്. ആണാണോടാ നീ അമ്മയെ പേടിച്ച് നടക്കാൻ? ആവശ്യത്തിന് വേണം. ഇതൊരു കാര്യമില്ലാതെ പണങ്ങിയതിന്. വേണ്ട മണിയണ്ട, ആരെങ്കിലും കണ്ട് അമ്മയോട് എങ്ങാനും പറഞ്ഞ നിന്നെ കൊല്ലും. ഇതിലും നല്ലതാ. തങ്കമണിയുടെ അംബികയുടെ അവസ്ഥ നീ എന്താ ഓർക്കാത്തെ? മണികണ്ട, ഞാൻ ധൈര്യമായിട്ടിരിക്ക. നമ്മളെങ്കിലും ഒന്നായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. കരണക്കുറ്റിക്ക് രണ്ട് കൊടുക്ക വേണ്ടത്. ഹേട്ടനാച്ച് തോന്നിയാസം പറയാ. അവൻ അതും പറയാ, അതിലപ്പുറം പറയും. ഹേട്ടനെ കൂട്ടുകാന്ന് കരുതരുത്. ചേച്ചിക്ക് ലംബോദരൻ ചേട്ടനല്ലാതെ വേറൊരുത്തനുമായിട്ട് സംബന്ധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അതവന്റെ തള്ളയ്ക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മൊത്തം എത്ര തള്ള ഉണ്ട്? ലംബോദര, ഞാനൊന്നും പറഞ്ഞില്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ സൂക്ഷിക്കണോ. കണാരന്റെ തന്നെ സ്വഭാവ മക്കൾക്ക്. അവര് നമ്മളെ മക്കളെ ചീത്തയാക്കാണ്ട് നമ്മൾ നോക്കണേ. നാരായണി ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. വൈദ്യരെ, അച്യുതനും അമ്പിയയ്ക്കും പറ്റിയ കുടുംബക്കാരെ അന്വേഷിക്കണം. അത് ഞാൻ ഏറ്റു. കൂട്ടത്തിൽ ഇവളെ കൂടി ആരെങ്കിലും കെട്ടിയെടുത്തിരുന്നെങ്കിൽ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ. തീരുമാനം ഒരിക്കലും മാറ്റരുത്. നാരായണിത്തള്ളയുടെ മക്കൾക്ക് എന്തുറപ്പിന്റെ പേരില നമ്മുടെ മക്കളെ സംബന്ധം ചെയ്തു കൊടുക്കുക? ദുഷ്ടയാ, പരമദുഷ്ട. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ വൈദ്യരെ. അവൾ എന്റെ പെങ്ങളായി പിറന്നുപോയല്ലോ എന്ന്. അവര് പറയുന്നതും ഇത് തന്നെയാ. കോന്തൻ കൂടെ പിറന്നത് മുജ്ജന്മ ശാപമാണ് പോലും. പിറന്നതോ പിറന്നു, അത് മാറ്റാനൊക്കില്ലല്ലോ. ഇനി അങ്ങോട്ടൊരു ലോഹ്യം വേണ്ട. അത് ഈ ജന്മത്തുണ്ടാവില്ല. മക്കള് തമ്മിൽ ആരും അറിയാതെ പഴയ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ വാർത്തയാ. എന്റെ കണ്ണുമ്പിലകം പെട്ടാൽ വെട്ടി ദുരുക്കി ഞാൻ. അമ്മാവനും അമ്മയും തമ്മിലുള്ള പിണക്കം കൂടി വരുന്നതേ ഉള്ളൂ. എന്താ ചെയ്യാ മണിയേട്ടാ? ഇതിനൊക്കെ കാരണം ആ ഏഷ്ണി വൈദ്യനാ. അയാൾക്കിട്ട് 4 എണ്ണം കൊടുക്ക വേണ്ടത്. അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മായിക്കൊക്കെ അയാളെ വിശ്വാസം. അയാൾ പറയുന്നത് കേൾക്കൂ. മണിയേട്ടനെ കാണാൻ വന്നാ കുന്നുകളെന്ന് അമ്മ പറയുന്നത്. ഇപ്പൊ തന്നെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ വന്നത്. അച്ഛന്റെ ദുർവാശി അമ്പികയ്ക്ക് അറിയാലോ. പറഞ്ഞ പോലെ ചെയ്യും. ഒരു പിടിയും കിട്ടുന്നില്ല. മണിയണ്ട, അച്ഛാ വിട്ടരുത്. വടക്കേക്കരയിൽ ആന്തരിയെ കാണരുതെന്ന് പറഞ്ഞാൽ ധിക്കാരം കാട്ടാൻ മാത്രം തെക്കേക്കരക്കാർ വളർന്നോ? ഞാനല്ലേ തെറ്റിയത്, എന്നല്ലേ തല്ലേണ്ടത്? നിന്നെ തല്ലാ നീ പഠിക്കില്ല. കള്ളരാ നീ. ഇനി ഇത് ആവർത്തിച്ചാൽ കൊല്ലിച്ചാൽ ഇവിടെ എന്നാ നിനക്കറിയാമല്ലോ. വടക്കേക്കര കനാരനെ നിന്നെ മരുവളായി വേണ്ട. ഓടി. അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തി തറവാട്ടിലേക്ക് വന്നാൽ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. ഇല്ലേ നിന്റെ അച്ഛന്റെ ശവം.
എന്റെ പൊന്നു നോനാണ് ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്ക്. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണ് അവൻ നടക്കാൻ പോകുന്നത്? അല്ല പോയോ? എടി എടി എന്റെ മോളെ തല്ലാ മാത്രം നിന്റെ തന്തക്കണാരം വളർന്നെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാടി. അയ്യോ അടിമൊട്ടി. നീ പോടി അവിടുന്ന്. എന്റെ മോളെ തല്ലേ എന്റെ മോളിൽ അടിച്ചത് മതി. ഇവരാരെങ്കിലും അവളൊന്ന് പിടിച്ചു മാറ്റണം. ഓടി വരണേ ഓടി വരണേ ഓടി വരണേ ഓടി വരണേ. ഇവരാരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റേ, ഒന്ന് പെട്ടെന്ന് പിടിച്ചു മാറ്റേ. എന്നെ വിട. നാരായണിത്തള്ള നിങ്ങളെ മോളെ പുഴയിലിട്ട് തല്ലി. എന്റെ മോള് വിശാലാക്ഷി കരയരുത്. കരയേണ്ടത് അവളാ, നാരായണി. അവളെ ഞാൻ കരയിപ്പിക്കും. കാർന്നോരെ ഒറ്റയ്ക്ക് പോകരുത്. നാരായണി തള്ളയുടെ കൂടെ കുറേ ആളുകളുണ്ട്. കുറച്ചാളുകളെ നിങ്ങളും വിളിച്ചോളി. നോക്കി നിൽക്കാതെ പോയി തല്ലടാ. ഞാനും പോണം പുല്ലേ. നീ എന്റെ മോളെ തല്ലി അല്ലേ? ഇനിയും തല്ലൂടെ കേട്ടെ. നീ എന്ത് ചെയ്യൂടാ? ഇത് തന്നെ മൃഗം കടുതൊടി തട്ടി താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പണ തുടരെ താളം തുള്ളി കളി തുടരെ. മൃഗം കടുതൊടി തട്ടി താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പണ തുടരെ താളം തുള്ളി കളി തുടരെ. പതിനെട്ടടവും പകിടകളും വടിവിൽ തടയും പിടിവലിയും നെട്ടോട്ടം കൂട്ടിപ്പായും കൂട്ടം ഇത് കിണ്ടാട്ടക്കൂത്താടുമ്പേ കൂട്ടം. മൃഗം കടുതുടി തട്ടിത്താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പട തുടരെ താളം തുള്ളി കളി തുടരെ. ചിങ്കാരപ്പുങ്കും കാട്ടി ചെഞ്ചോര കണ്ണോടെ കുലിവേഷം കെട്ടി ചുറ്റി പീക്കിരി കാട്ടല്ലേ. ചിങ്കാരപ്പുങ്കും കാട്ടി ചെഞ്ചോര കണ്ണോടെ കുലിവേഷം കെട്ടി ചുറ്റി പീക്കിരി കാട്ടല്ലേ. തണ്ടു നടിച്ചൊരു മണ്ടന് പണ്ടൊരു കുണ്ടു കിടച്ച കഥാന്തരമെന്നൊരു ഫലിതം ഫലിതം ഫലിതം. തണ്ടു നടിച്ചൊരു മണ്ടന് പണ്ടൊരു കുണ്ടു കിടച്ച കഥാന്തരമെന്നൊരു ഫലിതം ഫലിതം ഫലിതം. ഇത് കടവക്കര മണ്ട ശിരോമണി ഭീമവനാക്കവനായി ഒരു ചെറുഭൂവിനു തണ്ടി നടന്നൊരു പടുകുഴി തോണ്ടുകയായി. മതിയടി തിരുചരിതം പിടലിൽ ഞാൻ തിരിതരുതേ. അടിയട പിടിയട പടുകട തുടരട തിരുടട വിലട തിരയട മലമടിയാ. മൃഗം കടുതുടി തട്ടിത്താളം കൊട്ടി പട്ടം കെട്ടി കോലം വെട്ടി പട തുടരെ താളം തുള്ളി കളി തുടരെ.
മാളോരെ കെണിയിൽ വീഴ്ത്താൻ മഷിനോട്ടം തട്ടിപ്പാക്കി മന്ത്രങ്ങൾ തന്ത്രം കാട്ടി കാവടിയാടല്ലേ. മാളോരെ കെണിയിൽ വീഴ്ത്താൻ മഷിനോട്ടം തട്ടിപ്പാക്കി മന്ത്രങ്ങൾ തന്ത്രം കാട്ടി കാവടിയാടല്ലേ. പൊക്കി നടന്നൊരു മക്കട നിന്നൊരു പൊക്കണമേറ്റി നടന്നു വരുന്നത് ഫലിതം ഫലിതം ഫലിതം. പൊക്കി നടന്നൊരു മക്കട നിന്നൊരു പൊക്കണമേറ്റി നടന്നു വരുന്നത് ഫലിതം ഫലിതം ഫലിതം. ഭ ഭ ഭ